നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയത്ത് പാറക്കുളത്തിലേക്ക് മറിഞ്ഞ ലോറി ഉയർത്തി ഡ്രൈവർ അജികുമാറിന്റെ മൃതദേഹം പുറത്തെടുത്തു. വർക്കലയിൽ വീടിന് തീപിടിച്ച് മരിച്ച 5 പേർക്കും നാടിന്റെ അന്ത്യാഞ്ജലി. യാത്രാമൊഴിയേകി നാട്ടുകാരും ബന്ധുക്കളുമടക്കം നൂറുകണക്കിന് പേർ. കൊണ്ടോട്ടി നീരാട് ആയുർവേദ ആശുപത്രിക്ക് സ്വന്തം കെട്ടിടം വേണം. ആശുപത്രി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലെന്ന് പരാതി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ICU പ്രവർത്തിക്കുന്നില്ല. അടിയന്തര ചികിത്സ കിട്ടാതെ രോഗികൾ. വികസന പാതയിൽ ഇടുക്കി വളഞ്ഞാനം ടൂറിസം കേന്ദ്രം. വർഷം മുഴുവൻ വെള്ളച്ചാട്ടം നിലനിർത്താൻ പദ്ധതി. കോട്ടയം മറിയപ്പള്ളി മുട്ടത്തുപാറ ക്വാറിയിലേക്ക് ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. തിരുവനന്തപുരം പാറശാല സ്വദേശി അജികുമാറാണ് മരിച്ചത്. 18 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് വെള്ളത്തിനടിയിൽ നിന്ന് ലോറി പുറത്തെടുത്തത്. പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോയ ലോറി ഏറെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ആദ്യം നടന്ന 2 ശ്രമങ്ങളും പരാജയപ്പെട്ടു. 2 ക്രെയിനുകൾ എത്തിച്ച് നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ലോറി പുറത്തെടുത്തത്. ലോറിയുടെ ക്യാബിനിൽ നിന്ന് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ഡ്രൈവർ അജികുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. വളം കയറ്റി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് റോഡിൽ നിന്ന് വഴുതി ലോറി ക്വാറിയിൽ വീണത്. വണ്ടി അവിടെ നിന്ന് താഴെ നിന്ന് കയറി വരുന്ന സമയം ഞങ്ങളിവിടെ വഴി നിൽക്കുമായിരുന്നു. വണ്ടി കയറി ഒന്ന് മതിൽത്തിട്ട ഇടിച്ച് മുന്നോട്ട് നിരങ്ങി പോരുമായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ ഓടി എടുത്തു വന്നെങ്കിലും വണ്ടി കുഴിയിലോട്ട് മറിഞ്ഞു പോകുമായിരുന്നു. കയറ് കെട്ടി താഴോട്ട് ഇറങ്ങി പകുതി വരെ ഇറങ്ങിയെങ്കിലും വണ്ടി പെട്ടെന്ന് മുങ്ങിത്താന്ന കാരണം അതിനകത്തോട്ട് എടുക്കാൻ പറ്റില്ല. പുലർച്ചെ 3 മണിവരെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിലും വിജയം കണ്ടിരുന്നില്ല. മന്ത്രി BN വാസവൻ, കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജില്ലാ കളക്ടർ PK ജയശ്രീ എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വർക്കലയിൽ വീടിന് തീപിടിച്ച് മരിച്ച 5 പേർക്കും നാടിന്റെ അന്ത്യാഞ്ജലി. അപകടം നടന്ന വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലായിരുന്നു സംസ്കാരം. ജനപ്രതിനിധികളും നാട്ടുകാരും ബന്ധുക്കളും അടക്കം നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. കഴിഞ്ഞ 4 രാത്രി ഒരുമിച്ചുറങ്ങാൻ കിടന്നവർ. ഈ അന്ത്യയാത്രയിലും അവരുടെ നിദ്ര ഒരുമിച്ച്. 8 മാസം പ്രായമുള്ള റയാന്റെ അടക്കം പ്രതാപന്റെ കുടുംബത്തിലെ 5 പേരുടെയും സംസ്കാരം അപകടമുണ്ടായ വീടിന് സമീപം നടന്നു. പൊതുദർശന സമയം ബന്ധുക്കളിൽ പലർക്കും സങ്കടം അണപൊട്ടി. വക്കത്തെ സ്വവസതിയിലാണ് അഭിരാമിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. പ്രതാപൻ, ഭാര്യ ഷേർലി, മകൻ അഖിൽ എന്നിവരുടെ മൃതദേഹങ്ങൾ പുത്തൻചന്തയിലും പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് 5 പേരുടെയും മൃതദേഹം വിലാപയാത്രയായി മൂത്ത മകൻ രാഹുലിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലും 1 മണിക്കൂറോളം പൊതുദർശനം. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, MP അടൂർ പ്രകാശ് തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് വൻ കുഴൽപ്പണവേട്ട. മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി 2.45 കോടിയോളം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത്. മലപ്പുറം പോലീസ് ഇന്ന് പുലർച്ചെ പിടികൂടിയത് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 1,50,80,000 രൂപയാണ്. മഹാരാഷ്ട്ര സ്വദേശികളായ നിലവിൽ എറണാകുളം തോപ്പുംപടിയിലെ താമസക്കാരായ രാജു, അനിൽ എന്നിവരാണ് പിടിയിലായത്. കാറിന്റെ രഹസ്യറയിൽ ഒളിപ്പിച്ചാണ് ഇവർ പണം കടത്താൻ ശ്രമിച്ചത്.
പെരിന്തൽമണ്ണ 90,90,000 രൂപയാണ് വാഹനത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ താമസക്കാരായ മഹാരാഷ്ട്ര സ്വദേശികളാണ് ഇവിടെയും പിടിയിലായത്. സുബ്രഹ്മണ്യൻ ഗണപതി, സൂര്യവംശി, ദേവഗർ, നിതിൻ നദാജി എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 2 ദിവസം മുൻപ് വളാഞ്ചേരി 1,85,00,000 രൂപയുടെ കുഴൽപ്പണമായിരുന്നു പിടിച്ചെടുത്തത്. എറണാകുളത്ത് താമസിക്കുന്ന പൂനെ സ്വദേശികളായ ദമ്പതികളായിരുന്നു വളാഞ്ചേരിയിൽ പിടിയിലായത്. അതിപ്പോൾ നമ്മളൊരു കോയിൻസിഡൻസ് ആയിട്ട് ലാസ്റ്റ് 3 ഇൻസിഡൻസിൽ അങ്ങനെ വന്നതാണ്. മുമ്പ് നമുക്ക് മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് കൂടുതലും നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവർ എറണാകുളം, തൃശ്ശൂർ ഭാഗത്തും സെറ്റിൽ ചെയ്തിരിക്കുന്ന ഇങ്ങനെ മഹാരാഷ്ട്രീയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഒരു കോയിൻസിഡൻസ് ആയിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട്. 3 ദിവസം കൊണ്ട് 4 കോടിയിലധികം രൂപയാണ് മലപ്പുറത്ത് പോലീസ് പിടിച്ചെടുത്തത്. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ നീക്കം. പണത്തിന്റെ ഉറവിടത്തെപ്പറ്റിയും ലക്ഷ്യസ്ഥാനത്തെപ്പറ്റിയും പോലീസ് അടക്കം വിവിധ ഏജൻസികൾ അന്വേഷിക്കും. ന്യൂസ് 18 മലപ്പുറം. കണ്ണൂർ കോർപ്പറേഷനും ഡിഐജി ഓഫീസുമായുള്ള തർക്കത്തിൽ മരം മുറിക്കാനെത്തിയ കരാറുകാരനെ ബലിയാടാക്കുന്നതായി പരാതി. കോർപ്പറേഷന് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന്റെ മുന്നോടിയായി ഓഫീസ് പരിസരത്തുണ്ടായിരുന്ന മരം മുറിച്ചു മാറ്റുമ്പോൾ ശിഖരം ഡിഐജിയുടെ വസതിയുടെ കോമ്പൗണ്ടിൽ പതിച്ചതാണ് പോലീസിനെ ചൊടിപ്പിച്ചത്. മരം മുറിക്കാൻ കരാറെടുത്ത MK ജോഷിബിനെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തതായി പരാതി. നടപടി പോലീസ് അധികാര ദുർവിനിയോഗമാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹൻ ആരോപിച്ചു. ഇന്ധനക്ഷാമത്തിൽ വലഞ്ഞ് മലപ്പുറത്തെ CNG ഓട്ടോ ഡ്രൈവർമാർ. ഇന്ധനം ലഭിക്കാതെ ഓട്ടം നിർത്തേണ്ട അവസ്ഥയിലാണിപ്പോൾ. ജില്ലയിൽ പലയിടത്തും CNG ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിലും ഇവിടങ്ങളിലെല്ലാം വിവിധ കാരണങ്ങൾ പറഞ്ഞ് പമ്പുകൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. വായുമലിനീകരണം, ശബ്ദമലിനീകരണം എന്നിവ കുറയ്ക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് CNG ഓട്ടോകൾ. മറ്റ് ഇന്ധന ഓട്ടോറിക്ഷകളെ അപേക്ഷിച്ച് യാത്രാസുഖവും CNG ഓട്ടോകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ മാത്രം CNG ഓട്ടോറിക്ഷ ഓടിക്കുന്നത് നിരവധി പേരാണ്. CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള ലാഭകരവും വരുമാന നേട്ടവും ലക്ഷ്യം വെച്ചാണ് പലരും ലോണും മറ്റുമെടുത്ത് ഉപജീവനത്തിനായി CNG ഓട്ടോകൾ എടുത്ത് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇവ നിരത്തിലിറങ്ങിയപ്പോൾ ലഭിച്ച സഹകരണവും പ്രോത്സാഹനവും ഇവർക്കിപ്പോൾ ലഭിക്കുന്നില്ല. ജില്ലയിൽ പലയിടത്തും CNG ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിലും ഇവിടങ്ങളിലെല്ലാം വിവിധ കാരണങ്ങൾ പറഞ്ഞ് പമ്പുകൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ആകെയുള്ളത് മലപ്പുറം കോഡൂരിലെ ഏക പമ്പാണ്. ഇവിടെ നിന്നും ഇന്ധനം നിറയ്ക്കണമെങ്കിൽ രാവിലെ മുതൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ഓട്ടോ തൊഴിലാളികൾക്ക്. നിലവിലുള്ള പമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിലേ ഇപ്പോഴത്തെ ഇന്ധനക്ഷാമത്തിന് പരിഹാരമാവുകയുള്ളൂ. കോഡൂർ പമ്പിനെ അപേക്ഷിച്ചാണ് മലപ്പുറത്തുള്ള എല്ലാവരും മലപ്പുറം ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിലുള്ള നിന്ന് എണ്ണ അടിക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. ആ സാഹചര്യത്തിൽ സ്ഥിരമായിട്ട് അവിടെ എണ്ണ വരാത്തതും രാത്രി കാലങ്ങളിൽ ഓട്ടോ അവിടെ കൊണ്ട് നിർത്തിയിട്ടുകൊണ്ട് വെയിറ്റ് ചെയ്ത് സമയങ്ങളോളം കാത്തു നിന്നുകൊണ്ടാണ് പലരും എണ്ണ അടിക്കുന്നത്. ഏതെങ്കിലും ട്രിപ്പോ ഏതെങ്കിലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും പമ്പുകൾ തുറന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായ സാഹചര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് പറയാനുള്ളത്. മലപ്പുറത്ത് കോഡൂർ പമ്പ് മാത്രമല്ല, ഈ കോഡൂർ പമ്പ് ആശ്രയിച്ചിട്ട് നമ്മളെ പെരിന്തൽമണ്ണ, ആനമങ്ങാട് ആ ഭാഗത്തുനിന്ന് വരെ 38 കിലോമീറ്റർ 35 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ട് ഓരോ ആൾക്കാർ എണ്ണ അടിക്കാൻ വരുമ്പോൾ എണ്ണ കിട്ടാതെ തിരിച്ച് മടങ്ങി പോവുകയാണ്. അവരൊക്കെ ഭയങ്കര റിസ്ക്കിലാണ് അവർ വരുന്നത്. വന്നിട്ട് എണ്ണ കിട്ടാതെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. മലപ്പുറത്തൊരു പമ്പും കൂടി ഇതായാൽ വളരെ സുഖമുള്ള വണ്ടിയാണ്. യാത്രക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. രോഗികളെ കൊണ്ടുപോകാനും മറ്റുള്ള കേസിനൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഒരു വട്ടം കയറിയാലും പിന്നെയും നമ്മുടെ നമ്പറൊക്കെ കോൺടാക്ട് നമ്പറൊക്കെ വാങ്ങിയിട്ട് വീണ്ടും അവരെന്നെ യാത്ര ചെയ്യാൻ വിളിക്കിട്ട്. ഇപ്പോൾ ഏറ്റവും വലിയ നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ പമ്പിൻ്റെ വിഷയമാണ്. ഗർഭിണികളടക്കമുള്ളവർ കൂടുതലായി ആശ്രയിക്കുന്ന സാധാരണക്കാരന്റെ ഇത്തരം വാഹനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഇന്ധനക്ഷാമത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ CNG ഓട്ടോ ഡ്രൈവർമാർ. ന്യൂസ് 18 തിരൂർ. കുമളി അണക്കരയ്ക്ക് സമീപം തീപിടുത്തത്തിൽ വീട് കത്തിനശിച്ചു. പാമ്പുപാറ സ്വദേശി സുബ്രഹ്മണ്യന്റെ വീടാണ് രാത്രി കത്തിയത്. വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു. വീട്ടിനുള്ളിൽ ഉറങ്ങിയിരുന്ന 4 കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വീടിനുള്ളിൽ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരിയിൽ നിന്നാണ് തീ പടർന്നത്. 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗങ്ങളുള്ള കുടുംബം 2 മുറി വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. കോഴിക്കോട് കാരശ്ശേരിയിൽ പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ കരാറുകാരൻ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മിക്സിംഗ് പ്ലാന്റ് ഉപരോധിച്ചു. കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത പ്രവൃത്തി ഏറ്റെടുത്ത ശ്രീധന്യ കൺസ്ട്രക്ഷൻസിന്റെ മിക്സിംഗ് പ്ലാന്റാണ് ഉപരോധിച്ചത്. സംസ്ഥാന പാതയുടെ ടാറിംഗ് പൂർത്തിയാക്കിയിട്ടും അപ്രോച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം.
ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിനായെത്തിയ യുവ ഡോക്ടറെ ഒരു സംഘം ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെട്ടതായും പരാതി. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. നെല്ലിക്കുന്നത്ത് ആയുർവേദ ആശുപത്രി നടത്തിവരുന്ന ഡോക്ടർ സ്മിത്താണ് പരാതി നൽകിയത്. മുൻപ് ആശുപത്രിയിലെത്തിയ ഒരു സംഘം ആളുകൾ പിരിവ് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം 1 ലക്ഷം നൽകുകയും തുടർ വർഷങ്ങളിലും പിരിവ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൊടുക്കാൻ വിസമ്മതിച്ചതിലുള്ള വിരോധമാണ് ഭീഷണിപ്പെടുത്താൻ കാരണമെന്നാണ് ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത്. കൊണ്ടോട്ടി നീരാട് ആയുർവേദ ആശുപത്രിക്ക് സ്വന്തം കെട്ടിടമൊരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആശുപത്രി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. നീരാട് അങ്ങാടിക്ക് സമീപത്തെ കെട്ടിടത്തിൽ മുകൾ നിലയിലാണ് ഡിസ്പെൻസറി. പടികൾ കയറിയിറങ്ങാതെ ഡോക്ടറെ കാണാനാകില്ല. ചികിത്സ തേടിയെത്തുന്നവരിൽ കൂടുതലും പലവിധ ശരീരവേദനകളുള്ളവരും മുതിർന്നവരുമാണ്. അവർക്ക് മതിയായ ഇരിപ്പിട സൗകര്യം പോലുമില്ല. മരുന്ന് സൂക്ഷിക്കാനും അസൗകര്യമാണ്. സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു തുടങ്ങിയെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. 2001 ആരംഭിച്ച ഡിസ്പെൻസറി ആദ്യം മറ്റൊരു വാടക കെട്ടിടത്തിലായിരുന്നു. കൂടുതൽ സൗകര്യമുള്ള വാടക കെട്ടിടത്തിലേക്ക് മാറിയതല്ലാതെ സ്വന്തം കെട്ടിടത്തിന്റെ കാര്യത്തിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല. നീരാട് ആയുർവേദ ഡിസ്പെൻസറി കഴിഞ്ഞ 22 വർഷത്തോളമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാടക കെട്ടിടത്തിലായതിനാൽ സ്ഥലപരിമിതി കാരണം മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാനൊക്കെയുള്ള പ്രയാസങ്ങളുണ്ട്. അതുപോലെ രോഗികൾക്ക് ഇരിക്കാനും ഈ കോണി കയറി പരിശോധനയ്ക്കായി പ്രായമായവർക്ക് എത്തിച്ചേരുവാനും ബുദ്ധിമുട്ടുകളുണ്ട്. നിരന്തരം പുതിയ കെട്ടിടത്തിനും ഭൂമിക്കും ആയി നമ്മൾ നഗരസഭാ അധികൃതരെയും അതുപോലെ HMC മീറ്റുകളിലും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല പ്രാവശ്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വലിയപറമ്പ് റോഡിലെ കുന്നിൻ മുകളിൽ കെട്ടിടം നിർമ്മിച്ചിട്ട് വർഷങ്ങളായി. കോൺക്രീറ്റ് പണി വരെ മാത്രമേ നടന്നിട്ടുള്ളൂ. കൃത്യമായി സേവനത്തിനെത്തുന്ന ഡോക്ടറും അത്യാവശ്യം മരുന്നുമുണ്ട് എന്നതാണ് ആശ്വാസമെന്ന് നാട്ടുകാർ. അവിടെ മരുന്ന് സ്റ്റോക്ക് ചെയ്യാനും രോഗികൾക്ക് നിൽക്കാനും സ്റ്റാഫിന് നിൽക്കാനും ഒരു സൗകര്യം ഇല്ലാത്തൊരു സ്ഥലത്താണ്. അങ്ങനെയുള്ള ഒരു ആശുപത്രി 22 വർഷമായിട്ടും ഈ ആശുപത്രി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥലത്തേക്ക് ആശുപത്രി മാറ്റണം. നീരാട് തന്നെ സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ അത് കൊണ്ടോട്ടിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രോഗികൾക്ക് എത്തിപ്പെടാൻ കൂടുതൽ സൗകര്യമുള്ള സ്ഥലത്ത് ആശുപത്രി വരണമെന്ന ആവശ്യത്തിലാണ് നാട്. സ്വന്തം കെട്ടിടമായാൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭിക്കും. ന്യൂസ് 18 കൊണ്ടോട്ടി. ഇടവേള. മലപ്പുറം നെടിയിരുപ്പ് കോളനി റോഡിൽ ദേശീയപാതയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ. കുട്ടികളും പ്രായമായവരുമൊക്കെ ആശ്രയിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രം അടിയന്തരമായി പുതുക്കി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നെടിയിരുപ്പ് കോളനി റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏതു നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ്. 2 മാസം മുൻപ് ലോറിയുടെ ടയർ ഊരിത്തെറിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ തൂണുകളും തകർന്ന നിലയിലാണ്. കുറേ വർഷങ്ങളായിട്ട് ഇതിന്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 2 മാസം മുമ്പ് ഒരു ലോറിയുടെ ടയർ വന്നതാണ് ഇതിന്റെ തൂണ് മൊത്തം പൊട്ടിയതാണ്. ഇത് അപകടാവസ്ഥയിലാണെങ്കിൽ ഇവിടെ കാത്തു നിൽക്കുന്നവരെ ശരീരത്തിലൊക്കെ ഇത് വീണ് കല്ല് വീണ് ഇതിലും വലിയൊരു അപകടമാവും ഉണ്ടാവുക. അപ്പം ശാശ്വത പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ ഇത് ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് നല്ല രീതിയിൽ ഒന്ന് പുതുക്കി പണിയാനുള്ള ഇത് വേണം. കൊണ്ടോട്ടി നഗരസഭയിൽപ്പെടുന്ന നെടിയിരുപ്പ് കോളനി റോഡിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. മഴക്കാലത്തിന് മുമ്പെങ്കിലും കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കൊണ്ടോട്ടി. കാഴ്ചശക്തിയില്ലാത്ത മാതാപിതാക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് 8 വയസ്സുകാരി ഏഞ്ചലീന പരിപാലിക്കുന്നത്. സ്കൂൾ വിട്ട ശേഷം വൈകുന്നേരങ്ങളിൽ ഏഞ്ചലീനയും മാതാപിതാക്കളെ ലോട്ടറി വിൽപ്പനയിൽ സഹായിക്കും. ലോട്ടറി വിറ്റ് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. നെടുങ്കണ്ടം സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഏഞ്ചലീന. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ലോട്ടറി വിൽപ്പനയ്ക്കായി ഏഞ്ചലീന നെടുങ്കണ്ടം ടൗണിലെത്തും. കാഴ്ചശക്തിയില്ലാത്ത അമ്മ രാജേശ്വരിക്കൊപ്പമാണ് ലോട്ടറി വിൽപ്പന. സമയം കിട്ടും നേരത്തെ അമ്മയും കൊണ്ട് ടൗണിൽ പോയി ലോട്ടറി ടിക്കറ്റ് വിൽക്കും. തമിഴ്നാട് സ്വദേശികളായ അഴകമൂർത്തിയും കുടുംബവും വർഷങ്ങളായി നെടുങ്കണ്ടത്താണ് താമസം. ലോട്ടറി വിൽപ്പനയാണ് ഏക വരുമാന മാർഗം. അഴകമൂർത്തിക്കും ജന്മന കാഴ്ചയില്ല. ഭാര്യ രാജേശ്വരിക്ക് 17ാം വയസ്സിലാണ് കാഴ്ചശക്തി ഇല്ലാതായത്. വീടിന്റെ വാടക ഉൾപ്പെടെയുള്ള കുടുംബ ചെലവുകൾ വർദ്ധിച്ചതോടെ രാജേശ്വരിയും ലോട്ടറി വിൽക്കാൻ തുടങ്ങി. കണ്ണിന് കാഴ്ചയില്ലാതെയാണ്. ഒരു കൊച്ചുള്ളൂ.
മൂന്നിലാണ് പഠിക്കുന്ന SH സ്കൂളിൽ. അപ്പം ഞങ്ങൾ ഇതുപോലെ ലോട്ടറി പരിപാടി നടത്തി കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിയുന്നത്. ഓൺലൈൻ പഠനത്തിനായി നെടുങ്കണ്ടം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഫോൺ വാങ്ങി നൽകിയെങ്കിലും അഴകമൂർത്തിയുടെ കയ്യിൽ നിന്നും ഫോൺ ആരോ മോഷ്ടിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് സ്കൂൾ അധികൃതർ ഫീസ് പൂർണ്ണമായും ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. വലുതാകുമ്പോൾ നല്ല ചികിത്സ നൽകി അച്ഛനും അമ്മയ്ക്കും കാഴ്ച നൽകണമെന്നാണ് ഏഞ്ചലീനയുടെ ആഗ്രഹം. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗം പ്രവർത്തനം നിലച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. അപകടങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അടിയന്തര ചികിത്സ ലഭ്യമാകുന്നില്ല. ആശുപത്രിയിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനോടനുബന്ധിച്ചാണ് ICUവിന്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ജില്ലാ ആശുപത്രിയായി ഉയർത്തിയ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. നിർമ്മാണത്തിന് മുന്നോടിയായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിനെ തുടർന്നാണ് ICUവിന്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. വിശാലമായ ഉടുമ്പൻചോല താലൂക്കിലെ തോട്ടം കാർഷിക മേഖലയിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രിയാണ് നെടുങ്കണ്ടം. നിലവിൽ ഇവിടെ ICU സംവിധാനം ഇല്ലാത്തതിനാൽ 20-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കട്ടപ്പനയിൽ എത്തേണ്ട അവസ്ഥയാണ്. പൂപ്പാറ, ശാന്തൻപാറ മേഖലകളിൽ നിന്ന് അടിയന്തര ചികിത്സ ലഭ്യമാകണമെങ്കിൽ 50-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. വാഹനാപകടങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും ഉണ്ടാവുമ്പോൾ പ്രാഥമിക ചികിത്സ നൽകാൻ പോലും സാധിക്കുന്നില്ല. ICU സംവിധാനമുള്ള സ്വകാര്യ ആശുപത്രിയോ ആംബുലൻസോ നെടുങ്കണ്ടത്തില്ല. ഏകദേശം പൂപ്പാറ മുതൽ പുളിയമ്മല വരെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ രോഗികൾ ആശ്രയിക്കുന്നത് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയും മറ്റ് നെടുങ്കണ്ടത്തുള്ള ഹോസ്പിറ്റലുകളുമാണ്. എന്നാൽ ഹോസ്പിറ്റലുകളിൽ ICUവിൻ്റെ ഒരു അഭാവം വളരെ വലുതാണ്. അപകടങ്ങളുണ്ടായാൽ ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ അപ്പുറേ ചെല്ലേണ്ട സാഹചര്യമുണ്ട് ICU ഉള്ള ഹോസ്പിറ്റലുകളുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റും മറ്റ് ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് ICU ഉള്ള ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് ICUവിൻ്റെ സംവിധാനം ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പുതിയ ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. കരാർ പ്രകാരം നിർമ്മാണം പൂർത്തീകരിക്കേണ്ട സമയം പിന്നിട്ടതാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 1 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ നിർമ്മാണം പൂർത്തീകരിക്കൂ. മോർച്ചറി സംവിധാനവും നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ ICUവിനായി പകരം സംവിധാനമൊരുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണം. ന്യൂസ് 18 നെടുങ്കണ്ടം. കാർഷിക കേരളം. കൊല്ലം ഓച്ചിറയിൽ മത്സ്യകൃഷിയിൽ 100 മേനി വിളവ്. ഫിഷറീസ് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് കൃഷി ഇറക്കിയത്. ഓച്ചിറ പുറങ്ങാടി അയ്യത്ത് നസീർ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. ഫിഷറീസ് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത്. മത്സ്യം പ്രാദേശികമായി ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വളരെ വിലക്കുറവിൽ ശുദ്ധമായ ജലത്തിൽ വളർത്തുന്ന മത്സ്യം കിട്ടുമെന്നുള്ളതുകൊണ്ട് ആവശ്യക്കാരും ഏറെയാണ്. ശുദ്ധജല മത്സ്യകൃഷിയുടെ ഭാഗമായി ഞാനും 10-30 സെന്റ് വരുന്ന സ്ഥലത്ത് എൻ്റെ തന്നെ ഒരു കുളത്തിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം വിളവെടുത്തു. ഇപ്രാവശ്യവും നല്ല രീതിയിലുള്ള വിളവെടുപ്പ് വാർഡ് മെമ്പർ നിർവഹിച്ചിരിക്കുകയാണ്. തിലോപ്പിയ, രോഹു, കരട്ടി, ചെമ്പല്ലി തുടങ്ങിയവയാണ് വളർത്തിയത്. ലോക്ഡൌൺ കാലത്ത് തുടങ്ങിവെച്ച മത്സ്യകൃഷിയിൽ കഴിഞ്ഞ വർഷവും മികച്ച വിളവ് ലഭിച്ചിരുന്നു. വരും നാളുകളിലും കൂടുതൽ മത്സ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നസീർ. ന്യൂസ് 18 ഓച്ചിറ. വീട്ടുമുറ്റത്ത് 100 കണക്കിന് പൂക്കളുടെ വർണ്ണപ്രപഞ്ചം തീർക്കുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഒളവറയിലെ സുലൈഖ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 100 കണക്കിന് അലങ്കാര ചെടികൾക്ക് പുറമെ പച്ചക്കറി കൃഷിയും മുട്ടക്കോഴി വളർത്തലിലും വ്യാപൃതയാണിവർ. കേരള ബാങ്ക് ചെറുവത്തൂർ ശാഖയിലെ ജീവനക്കാരിയായ സുലൈഖ ജോലി തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ചെടികളെ പരിപാലിക്കുന്നത്. 30ഓളം ഇനത്തിൽപ്പെട്ട കടലാസ് ചെടികളും ആഫ്രിക്കൻ വയലറ്റ് കുടുംബമായ എപ്പിസിയയും വിവിധ ഇനങ്ങളടക്കം 300ഓളം ഇനത്തിൽപ്പെട്ട പൂച്ചെടികൾ ഇവിടെയുണ്ട്. വളരെ ആകർഷകമായി അടുക്കിവെച്ച പൂച്ചെടികൾ ഇവിടെ എത്തുന്ന ഏതൊരാളുടെയും മനം നിറയ്ക്കും. ചെറുപ്രായത്തിൽ തന്നെ ചെടികളോട് തോന്നിയ ഇഷ്ടമാണ് സുലൈഖയെ വീട്ടുമുറ്റത്ത് വർണ്ണത്തോട്ടമൊരുക്കാൻ പ്രേരിപ്പിച്ചത്. ചെടികളിൽ കൂടുതൽ ഇഷ്ടം ബോഗൻവില്ലയോടും എപ്പിസിയയോടുമാണ്. പൂന്തോട്ട പരിപാലനത്തിൽ സുലൈഖയ്ക്കൊപ്പം അഗ്രികൾച്ചർ വിദ്യാർത്ഥിനിയായ മകൾ നൂറ ഫാത്തിമയും കൂട്ടിനുണ്ട്. ചെറുപ്പത്തിലെ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയത്. ഇപ്പം എൻ്റെ അടുത്ത് ബൊഗൻവില്ലേൻ്റെയും എപ്പീഷ്യൻ്റെയും പിന്നെ പൂക്കളുടെ എന്ന് പറയുന്നത് പെൻഡാസ്, ബൊഗൻവില്ല, എപ്പീഷ്യ ഇതിൻ്റെ എല്ലാം കളക്ഷൻസാണ് ഉള്ളത്.
ഏകദേശം ഒരു 150 വെറൈറ്റികൾ തന്നെ ഉണ്ട് ഈ ചെടിയിൽ. പിന്നെ ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഇതൊരു ബിസിനസ് അങ്ങനെയൊന്നുമല്ല തുടങ്ങിയത്. ഇഷ്ടം കൊണ്ട് മാത്രം കളക്ട് ചെയ്യുന്നതാണ്. ഇതൊരു ആനന്ദമായിട്ട് കാണുന്നു. സുലേഖയുടെ കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് വീട്ടുമുറ്റത്തെ അലങ്കരിക്കുന്ന പൂന്തോട്ടം. കൂടാതെ പച്ചക്കറികളും കോഴിയും സുലേഖയുടെ പരിലാളനത്തിൽ വളരുന്നുണ്ട്. രാവിലെയും ഒഴിവു ദിവസങ്ങളിലുമാണ് ചെടികളുടെ പരിപാലനത്തിനും കൃഷിക്കും സമയം കണ്ടെത്തുന്നത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഇടുക്കി രാജകുമാരി ബി ഡിവിഷൻ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രദേശവാസികൾ. റോഡിന്റെ ശോചനീയ അവസ്ഥയെ തുടർന്ന് സ്കൂൾ ബസ്സുകളടക്കം മേഖലയിലേക്ക് സർവീസ് നടത്താൻ മടിക്കുന്നു. റോഡ് ശോചനീയാവസ്ഥയിലായതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി. രാജകുമാരി പഞ്ചായത്തിലെ ബി ഡിവിഷൻ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. അറ്റകുറ്റപ്പണി നടത്താതെ വന്നതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായി. അംബേദ്കർ കോളനിയിലൂടെ കടന്നുപോകുന്ന വഴിയുടെ ടാറിങ്ങിനൊപ്പം കോൺക്രീറ്റ് ഭാഗവും പൊളിഞ്ഞത് വൻ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച വഴിയുടെ ആദ്യ ടാറിങ്ങിന് ശേഷം യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല. കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് വഴി തകർന്ന് കമ്പികൾ പുറത്തായതോടെ കാൽനട യാത്രികർക്കും ഭീഷണിയായിരിക്കുകയാണ്. കമ്പികളിൽ തട്ടി അപകടം സംഭവിക്കാറുണ്ട്. ഒരു 5-8 വർഷമായിട്ട് ഈ ബി ഡിവിഷൻ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വഴിയാത്ര ചെയ്യുന്ന ഒരു രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒരു ഗർഭിണി പെണ്ണുങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ പറ്റാത്ത വിധമുള്ള അവസ്ഥയിലേക്ക് ഈ റോഡ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാജകുമാരിയിൽ നിന്ന് വരുന്ന സ്കൂൾ ബസ്സുകൾ NR സിറ്റി സ്കൂളിൽ വരുന്നുണ്ട്, ചെമ്മണ്ണാർ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്, സേനാവതി സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്, രാജകുമാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. ഈ കുട്ടികളെയൊക്കെ യഥാർത്ഥമായിട്ട് ഈ വണ്ടിയിൽ കയറ്റി വിടുവാൻ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടാണ് ഈ വഴി ഇന്ന് നിലവിൽ കിടക്കുന്നത്. സ്കൂൾ ബസ് എത്താതെ വന്നാൽ വാഹനം എത്തുന്നിടത്തേക്ക് 3 കിലോമീറ്ററോളം ദൂരം കുട്ടികളുമായി മാതാപിതാക്കൾ പോകേണ്ട അവസ്ഥയാണ്. നാട്ടുകാർ നിരവധി പരാതി നൽകിയിട്ടും അധികൃതർ കാര്യമാക്കിയില്ല. 100 കണക്കിന് വീടുകളിലേക്കും വിവിധ തോട്ടങ്ങളിലേക്കും പോകേണ്ട വഴിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 രാജകുമാരി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.